ലൈംഗിക ആരോപണത്തെ തുടർന്നുള്ള പാർട്ടി നടപടിക്ക് പിന്നാലെ കഴിഞ്ഞ 26 ദിവസമായി അടൂരിലെ വീട്ടിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഒറ്റത്തവണ മാത്രമാണ് രാഹുൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. രാഹുൽ നാളെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരിലെ വസതിക്ക് മുന്നിൽ നേവി ജയശങ്കർ തത്സമയം ചേരുകയാണ്. ജയശങ്കർ, വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? പുറത്തേക്ക് ഇറങ്ങിയാൽ പ്രതിഷേധം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന ഭയമാണോ രാഹുലിനെ പ്രേരിപ്പിക്കുന്നത് അകത്തിരിക്കാൻ? ഗുഡ് മോർണിംഗ് SKN. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെല്ലിമുകളിലെ വീടിന് മുമ്പിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 26 ദിവസമായി രാഹുൽ മാങ്കൂട്ടം എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീട്ടിൽ നിന്ന് രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരു തവണ മാധ്യമങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹം കാറിൽ പുറത്തുപോയി തിരിച്ചെത്തി. അതിനുശേഷം പരസ്യമായൊരു പുറത്തുപോക്ക് രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ആഗസ്റ്റ് 20-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപങ്ങളുടെ മുനകൾ വന്നു തുടങ്ങുന്നത്. അന്ന് മുതൽ പിന്നീട് ആഗസ്റ്റ് 21-ന് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. പൂർണ്ണമായി എല്ലാ പരിപാടികളും വെട്ടിച്ചുരുക്കി വീടിനുള്ളിൽ സ്വന്തം മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നാളെ ആരംഭിക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കില്ല എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതൊരു പക്ഷേ പ്രതിഷേധങ്ങൾ ഭയന്നോ മറ്റ് വിഷയങ്ങളോ കൊണ്ടല്ല. അതിനപ്പുറത്തേക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചുണ്ട്. ആരോഗ്യ മാനസിക വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി മാനസികാരോഗ്യം വീണ്ടെടുത്തേ വീടിന് പുറത്തേക്ക് ഉണ്ടാകുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ എന്തായാലും സൂചിപ്പിക്കുന്നത്. SKN, നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളത്തിൽ വളരെയധികം നിറഞ്ഞു നിന്ന, എല്ലാ ദിവസവും വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നൊരു മനുഷ്യൻ 26 ദിവസമായി ഈ വീട്ടിൽ തന്നെയാണ് തുടരുന്നത്. എന്ന് രാഹുൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. രാഹുലിന് മാത്രമേ അറിയൂ എന്ന് പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ. എന്തായാലും രാഹുലിൻ്റെ രാഷ്ട്രീയ വനവാസം ഇനി എത്ര നാൾ തുടരും എന്നൊരു ചോദ്യം അങ്ങനെ അവിടെ നിൽക്കുകയാണ്. നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിൻ്റെ ട്രഷറി ബെഞ്ചിൻ്റെ ഏറ്റവും വലിയ കുന്തമുന രാഹുലിനെതിരായ ആരോപണങ്ങളായിരിക്കും. ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ആ ആരോപണങ്ങൾ സഭാരേഖകളിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എങ്ങനെ ട്രഷറി ബെഞ്ചിനെ പ്രതിപക്ഷം പ്രതിരോധിക്കും? പാർട്ടി അംഗം പോലും അല്ലാത്ത രാഹുലിന് വേണ്ടി എങ്ങനെ രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ സഭയിൽ ശബ്ദമുയർത്തുമെന്നത് നാളെ കാണാം. എന്തായാലും രാഹുൽ സഭയിലേക്ക് ഉണ്ടാകില്ല എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഇതുവരെ പറയുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. വലിയ സമ്മർദ്ദത്തിലൂടെയാണ് രാഹുൽ കടന്നു പോകുമെന്ന് പറയുന്നു. 26 ദിവസമായി വീടിനുള്ളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും ഇനി എന്ന് രാഹുൽ പുറത്തു വരുമെന്ന് രാഹുലിന് മാത്രമേ അറിയൂ. രാഷ്ട്രീയ കേരളത്തിൽ വലിയ മൈലേജ് ഉണ്ടായിരുന്ന, താരപരിവേഷം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ നെല്ലിമുകളിലെ വീടിൽ ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. എന്തായാലും പാർട്ടിയുടെ പിന്തുണയില്ല, പരസ്യ പിന്തുണ പാർട്ടിയുടെ ഇല്ല. പക്ഷേ സൈബർ ഇടങ്ങളിൽ അണികൾ ഇപ്പോഴും രാഹുലിന് വേണ്ടി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും രാഹുൽ എങ്ങനെ ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അസീന ഷാജി പറയുന്നു, നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം പോരടിക്കുമ്പോൾ ഈ വോട്ട് ചെയ്ത ആളുകളെ മറക്കരുന്ന ആളുകൾ പോലെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ജനങ്ങളെ മറന്നുള്ള പോരാകരുത് എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.